ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വാഗമണ്ണിലെത്തിയിട്ട് ഇന്നേക്ക് 7ാമത്തെ ദിവസമാണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് വാഗമണ്ണിലെ മൊട്ടക്കുന്ന്. സതീശേട്ടൻ കാറ് പാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി മൊട്ടക്കുന്നിലെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ സമയം 9 മണി ആയിട്ടുള്ളൂ രാവിലെ. അപ്പോൾ നമ്മളിങ്ങനെ മൊട്ടക്കുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വശങ്ങളിലായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ല ഒരു നടപ്പാതയാണ്. അതിൻ്റെ ഓരങ്ങളിലായിട്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ നമുക്കിങ്ങനെ കൂടാൻ പറ്റിയ ഷെഡുകളും ഇരുവശങ്ങളിലും ഇങ്ങനെ മൊട്ടായിട്ട് കിടക്കുന്ന കുന്നും, പേര് പോലെ തന്നെ എങ്ങും നോക്കിയാലും മൊട്ടായി കിടക്കുന്ന കുന്നുകളാണ്. കാണികളൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. ആ കാണുന്ന ലേക്കില്ലേ, അതിനപ്പുറം കാണുന്ന ആ കുന്നിന് അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്ന അപ്പാപ്പിയുടെ ഗസ്റ്റ് ഹൗസ്. അതിന്റെ ബാക്കിലായി കാണുന്ന ആ വലിയ പാറയില്ലേ, അതാണ് നമ്മുടെ തങ്ങൾപ്പാറ. ഇതാണ് ആ ലേക്ക്. ഇവിടെയാണ് ബോട്ടിംഗ് ഒക്കെ നടക്കുന്നത്. ഈ ബോട്ടിംഗ് നടക്കുന്ന ലേക്കിന്റെ മേലെ കൂടിയാണ് നമ്മുടെ സ്ലിപ്പ് ലൈൻ ഒക്കെ പോകുന്നത്. ബോട്ടിംഗ് നടക്കുന്ന അവിടേക്കൊന്ന് നമുക്ക് പോയി നോക്കാം. ഇവിടെ കാണികളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റാഫുകളൊക്കെ വന്ന് ബോട്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇപ്പം കയാക്കിംഗ് മാത്രമേ നടക്കുന്നുള്ളൂ. 150 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാൾക്ക് വരുന്നത് 250 രൂപയാണ്. ബാക്കി കുട്ടവഞ്ചിയൊക്കെ കരയിലേക്ക് അടുപ്പിച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ അതിന്റെ റൈറ്റ്സ് ഒന്നും ഇല്ല. ഇപ്പം നമ്മൾ ചെറുതായി മൊട്ടക്കുന്നിന്റെ മേലിലേക്ക് തന്നെ വരികയാണ്. കാഴ്ചക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മേലൊക്കെ ആളുകൾ ഇങ്ങനെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്കൈ സൈക്ലിങ്ങും അതുപോലെ സ്ലിപ്പ് ലൈനൊക്കെ നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യമുള്ളതാണ്. കാരണം ഒത്തിരി ദൂരം റോപ്പിലൂടെ നമുക്ക് പോകാൻ പറ്റും. പോകുന്ന ദൂരം കണ്ടില്ലേ, ഒത്തിരി ദൂരമുണ്ട്. ഇതാണ് സ്കൈ സൈക്ലിംഗ് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ ഈ ടവറിൽ കയറിയിട്ട് ഇവിടുന്നാണ് നമ്മൾ സൈക്കിൾ കയറി ആ റോപ്പ് വഴി ആ ലേക്കിന്റെ അപ്പുറത്തുള്ള മലയിലേക്ക് പോകുന്നത്. ഈ കാണുന്ന ടവറിന് താഴെയാണ് സ്കൈ സൈക്ലിങ്ങിന്റെയും സിപ്പ് ലൈനിന്റെയും ടിക്കറ്റ് കൈപ്പറ്റുന്ന സ്ഥലം. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. സൈക്ലിങ്ങിന് വരുന്നത് 400 രൂപയാണ്. സബ് ലൈനിന് വരുന്നത് 400 രൂപ. അതിന്റെ കോംബോ പാക്ക് 600 രൂപയാണ് വരുന്നത്. കാഴ്ചക്കാരൊക്കെ സജീവമായതോടെ ടിക്കറ്റിനുള്ള തിരക്ക് ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് നമ്മൾ ഇതുവഴി നടന്ന് ഈ സ്റ്റെപ്പ് കയറി ഇതിന്റെ മുകളിലെത്തണം. ഇവിടെ നിന്നാണ് നമ്മുടെ സ്ലിപ്പ് ലൈന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഫസ്റ്റ് റൈഡറാണ്. നമ്മുടെ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം ആ സ്റ്റാഫുകള്. സ്റ്റെപ്പ് കയറി ഇതാ അവര് നമ്മളെ റോപ്പില് ഹാങ് ചെയ്തിട്ടുണ്ട്.
ആ കുട്ടി ഭയങ്കര ആവേശത്തിലാണ് കേട്ടോ റൈഡ് ചെയ്യുന്നത്. മുൻപ് പറഞ്ഞല്ലോ ഒത്തിരി ദൂരം റോപ്പിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഏകദേശം ഇപ്പോൾ ആ കുട്ടി അവിടെ എത്തിയിട്ടുള്ളൂ. സ്ലിപ്പ് ലൈൻ അവിടെ എത്തുന്ന ആ ഷെയ്ക്കാണ് നമ്മൾ ആ റോപ്പിൽ കാണുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. നമ്മളിന്ന് കൂടുതൽ ദൂരം സഞ്ചരിക്കാനുണ്ട്, കൂടുതൽ കാഴ്ചകൾ കാണാനും. ഇവിടെ നിന്ന് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകണം. അവിടുത്തെ വീഡിയോകളും ഇന്ന് തന്നെ നമുക്ക് പകർത്തണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിക്കുകയാണ്. സന്ദർശകരൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസ് മുഴുവനായിട്ടും തുടങ്ങിയിട്ടില്ല. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ കഴിഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സമയം തിരഞ്ഞെടുത്തത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാഴ്ചക്കാരുടെ തിരക്ക് കൂടി വരും. കൊട്ടക്കുന്നിന്റെ ഗേറ്റിന് പുറത്ത് ഇതുപോലെ നിറയെ കച്ചവടക്കാരുണ്ട്. അപ്പൊ എനിക്കൊരു തൊപ്പി വാങ്ങണം. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറിയതാണ്. നമ്മുടെ സതീഷ് ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ കടയാണിത്. 100 രൂപ കൊടുത്ത് ഞാൻ അവിടെ നിന്നൊരു തൊപ്പി വാങ്ങി. ഇനി ഇവിടുന്ന് നേരെ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകണം. വാഗമണ്ണിലെത്തിയ ആദ്യ ദിവസം പാർട്ട് 3 വീഡിയോയിൽ കാണിച്ച ആ സ്ഥലമാണ് അഡ്വഞ്ചർ പാർക്ക്. ഇനി അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകാം.